ആദ്യമായിട്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിലെ അധ്യാപികയും പ്രിയപ്പെട്ട എന്താ പറയുക എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 അധ്യാപികമാരാണ് ഇവിടെ ഇരിക്കുന്നത്. ശാന്തിനിയുണ്ട്, അതുപോലെ തന്നെ ദേവനന്ദ. ശാന്തിനിയെ ഞാൻ നമ്മുടെ ഈ അമൃത എഡ്യൂക്കേഷൻ സെൻ്ററിൻ്റെ പുതിയ റൂമിലേക്ക് ഉദ്ഘാടനമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ഘാടകനായിട്ട് എത്തിയിട്ടുള്ള സുരേഷ് സാറിനും പിന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ പേരിലും ട്യൂഷൻ സെൻ്ററിൻ്റെ പേരിലുള്ള എല്ലാ സ്വാഗതം. അമൃതം എഡ്യൂക്കേഷൻ സെൻ്റർ എൻ്റെ ജീവനും ജീവിതവും. ജീവനും ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ 25 വർഷമായി. അതായത് ഞാൻ ഏതാണ്ട് PG MA എക്കണോമിക്സാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ പഠനം കഴിഞ്ഞത് 90 കാലയളവിലായിരുന്നു. ആ 90 കാലയളവ് മുതൽ ആദ്യം പഠിപ്പിക്കാൻ പോയത് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന കുട്ടികളെയാണ് ഞാനൊരു പ്രൈവറ്റ് കോളേജിൽ പഠിപ്പിച്ചു തുടങ്ങിയത്. അങ്ങനെ വിവിധ പ്രൈവറ്റ് കോളേജുകളിൽ പഠിപ്പിച്ചുള്ള ആ ഒരു അധ്യയന പരിചയം കൊണ്ട് തന്നെയാണ് ഇത് ചെറുതാണെങ്കിലും ഞാൻ ഇന്നും ഈ ഒരു ചെറിയ സ്ഥാപനം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി കൊണ്ടുപോകും. അപ്പോൾ ഇത് വലിയ എളിമയോടുകൂടി കുട്ടികളിൽ ഒരു സിംപ്ലിസിറ്റി നിലനിർത്തിക്കൊണ്ട് ഈ സ്ഥാപനം 25 വർഷക്കാലമായിട്ടും ഇവിടെ മുന്നോട്ട് പോകുന്നെന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളാണ് എൻ്റെ സർവസ്വവും, വിദ്യാർത്ഥികൾ. ഈ വിദ്യാർത്ഥികളുടേതായ ആ ഒരു കൂട്ടായ്മ അത് ഇന്നും എന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ ചെറിയ സ്ഥാപനത്തിലൂടെ പഠിച്ചു പോയിട്ടുണ്ട്. ദുബായിൽ ജോലി ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു സ്റ്റുഡൻറ്റ് ശീതവൻ, അവൾ നമ്മളുടെ അടുത്തുനിന്ന് +2 പഠിച്ചിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു ഇന്ന് ദുബായിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നോക്കുവാണെങ്കിലോ ശിഷ്യഗണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ. ഈ നിൽക്കുന്ന ആളെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അടുത്ത് കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് മലയാളം ടൈപ്പിംഗ് പഠിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു ശിഷ്യനും കൂടിയാണ് ശ്രീ സുരേഷ്. അപ്പോൾ ആ ആളാണ് നമ്മളുടെ തൊട്ട് പരിസരത്തെ റൂമിൽ ഇരിക്കുന്നതും. അപ്പോൾ ആ ആളെ തന്നെയാണ് നമുക്ക് ഈ ഒരു ചെറിയ ഇന്നിപ്പോൾ ഈ ഒരു ഷിപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ഒന്ന് തുടക്കം കുറിക്കുവാനായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീ സുരേഷിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് നമ്മളുടെ ഈ ഒരു ചെറിയ ചടങ്ങ് നമുക്ക് നിർവഹിച്ചു തരാനായിട്ട്. കുട്ടികൾ ഇനിയും വരാനുണ്ട്. അവരെ പിന്നെ ക്ലാസ് കൊണ്ട് പറയുക അവരെ പുറകെ എത്തിക്കോളാമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇനിയും അവരെ വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയം കളയുന്നല്ലോ. വളരെ ഒരു പരിശ്രമം ഡെഡിക്കേഷൻ ഉള്ള ഒരു ടീച്ചറാണ്. നമ്മൾ സമൂഹത്തിൽ കണ്ടുപഠിക്കേണ്ടതാണ്. ഒരു സമൂഹത്തിൽ ഇത്രയും കുട്ടികളെ ഒറ്റയ്ക്ക് നിന്ന് മാനേജ് ചെയ്യുന്നതിനുള്ള സഹായമുണ്ട്. നന്നായിട്ട് മാനേജ് ചെയ്ത് നേരത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ്. അങ്ങനെയുള്ള എടുപ്പാണ് എനിക്ക് അപ്പോൾ നമ്മുടെ സമൂഹത്തിനോട് നമ്മുടെ ഗ്രാമത്തിലേക്ക് നയിച്ചിട്ടുള്ള ടീച്ചറാണ്. അതുകൂടാതെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അമ്പലം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ അതിൻ്റെ പ്രിൻസിപ്പൽ അതിൻ്റെ ഓണറാണ്. അങ്ങനെ എല്ലാ തരത്തിലും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഒരു ജീവിതം പഠിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരാളും കൂടിയാണ്. അതാണ് നമുക്ക് ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ അതിനകത്തുള്ള ലൈഫ് കൂടിയുണ്ട്. എത്രയോ പേരെ ഇങ്ങനെ ആക്ഷൻ പഠിപ്പിക്കും. അതിന് നമുക്കും ലൈഫ് ഉണ്ടാകുന്നു. അത് തന്നെയാണ് ശരിക്കും ഒരു ടീച്ചറിൻ്റെ നന്മ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അതെല്ലാം മോഡലാണ്. അതായത് മാതൃകാപരമായ കാര്യങ്ങളാണ് ടീച്ചർ ചെയ്യുന്നത്. ടീച്ചർ അവിടെ നിന്നോട്ട് മാറിയെന്ന് മാത്രമല്ല അതിൻ്റെതായ ഒരു ഗുണങ്ങൾ നമുക്കൊരു പ്രകാശം, വിദ്യയുടെ പ്രകാശം തുടർന്നുണ്ടാകട്ടെ. നല്ല രീതിയിൽ ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ഇതിനെ വിളിച്ചതിന് എല്ലാം പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഒരു തിരികെ തീരുമാനം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തില്ല. അതായത് ഈ കടകളുണ്ട് അക്ഷരലോകത്ത് സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ് ആ അക്ഷരലോകത്തെ ഒരു കൈത്തിരി മതി ഈ ഒരു അക്ഷരലോകത്തേക്ക് അത് എനിക്ക് ഭഗവാൻ സാധ്യത. കാരണം
ഒരു 4-5 ദിവസം ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ഈ മലയാളം ടൈപ്പിംഗ് എനിക്ക് അറിയത്തില്ല. ആദ്യം നമ്മൾ പത്രത്തിൽ വാർത്ത കൊടുക്കാനായിട്ട് പേപ്പറിൽ എഴുതിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ഘട്ടം വന്നപ്പോഴത്തേക്ക് അത് കമ്പ്യൂട്ടറിലേക്ക് മാറുകയാണ്. കമ്പ്യൂട്ടറിലേക്ക് മാറിയപ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ടൈപ്പിംഗ് പറ്റില്ല, മലയാളം ടൈപ്പിംഗ്. അപ്പോൾ ആദ്യമായിട്ട് ടീച്ചറിനെ പോയി കണ്ടത്. ടീച്ചർ ഒരു 4 ദിവസത്തിനുള്ളിൽ തന്നെ അത് സ്വായത്തമാക്കാനായിട്ട് സാധിച്ചു. പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ചടങ്ങിലേക്ക് കിടക്കട്ടെ എല്ലാവരുടെയും വിഗ്രഹാശിസ്. ഹലോ നിങ്ങൾ രണ്ടുപേരും ശാന്തിനി നിങ്ങളൊരു സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ടീച്ചറിൻ്റെ കൈത്തിരി നാളമായിട്ട് കൈക്കൊണ്ട് നമ്മുടെ സന്തോഷമല്ലേ ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങ് നമുക്ക് സംഘടിപ്പിക്കുവാനും ഇതിന്റെ ഭാഗമായി ശ്രീ സുരേഷ് സാറെന്ന് തന്നെ പറയാം. അപ്പൊ ഈ ഒരു അവസരത്തിൽ കിട്ടിയതും ഈ ചടങ്ങ് നിർവഹിച്ചതും എല്ലാത്തിനും നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങോട്ട് മാറാൻ പറ്റി. ഇപ്പൊ കുറച്ചുകൂടി അതിനേക്കാളും കുറച്ചുകൂടി സൗകര്യമുള്ള ഇതാണ്. നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നന്ദി. ഇരിക്കുക, നമുക്കൊരു ചായ